എന്തായാലും അവസ്ഥ. ഷൂ നക്കിയോലൊക്കെ മുമ്പിലും ഇന്ത്യക്ക് വേണ്ടി പോരാടിയോലൊക്കെ പുറകിലും. നിങ്ങൾ നോക്കിയത് നെഹ്റു ഇവിടെ നെഹ്റുവിനെ കണ്ട നെഹ്റു അന്ന് അമ്മാവൻ്റെ മോടെ കല്യാണത്തിന് പോയതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരമല്ലേ, ഉത്തരവാദിത്തം കാണിക്കല്ലേ, നിരുത്തരവാദിത്തപരമായിട്ട് പെരുമാറിയതുകൊണ്ട് നെഹ്റു ഔട്ട്. ഓക്കെ ശരി. അബുൽ കലാം ആസാദിനെ കണ്ട? ഇല്ല, ആസാദില്ല. ആസാദ് എവിടെ പോയി? അന്ന് വെള്ളിയാഴ്ച ജുമാ ഉള്ളതുകൊണ്ട് ആസാദ് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. അതുകൊണ്ട് അബുൽ കലാം ആസാദ് ഔട്ട്. പോട്ടെ ഇവർ രണ്ടുപേരും വേണ്ട, നെഹ്റു വേണ്ട, ആസാദും വേണ്ട. ഗാന്ധിജി തോണ ഗാന്ധിജി ഉണ്ട് സൈഡിൽ കിടക്കുകയാണല്ലോ പടച്ചോനെ, വേണ്ടാത്ത ട്രൗസർ പോലെ പെരപ്പുറത്ത് വാരി ഇട്ടിരിക്കുകയാണല്ലോ ഗാന്ധിജി. എന്തായാലും ഗാന്ധിജി ഉണ്ട്. എടാ, ഈ ഫ്രണ്ട് ഇരിക്കുന്ന ആരാടാ? ഈ പള്ളിദോസ്ഥാനെ തൊപ്പിയൊക്കെ ഇട്ടുണ്ട് ഫ്രണ്ട് ഇരിക്കുന്നത് ഇതാരാ? ഇത് മറ്റേ പുള്ളിയല്ലേ? അവസാനത്തെ മാപ്പിൽ ഒരു വാക്യമുണ്ട്, ഡോക്ടറോട് പറഞ്ഞു. അവസാനത്തെ മാപ്പിൽ പറയുന്നത്, എന്നെ വിട്ടയച്ചാലേ എന്റെ മാത്രം പിന്തുണയല്ല, എന്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉറപ്പ് തരാനായിട്ട് എനിക്ക് കഴിയും. ഇയാളാണ് കേട്ടോ നാളെ ഭാരതരത്നാവാൻ പോകുന്നത്. ഗാന്ധി വധക്കേസിൽ 9ാം പ്രതിയാണ്. എന്തായാലും നമ്മൾ ഇന്ത്യക്കാർക്ക് സന്തോഷിക്കാനുള്ള നല്ല ദിനമാണ്. ഒന്ന് നമ്മുടെ സ്വാതന്ത്ര്യദിനം, രണ്ടാമത്തത് ജനൻ ടിവിയുടെ സ്വാതന്ത്ര്യദിന പട്ടികയിൽ ഗാന്ധിജി ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത, സമ്പത്ത് വരെ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ചെലവഴിച്ചവർ ഒറ്റ മനുഷ്യന്മാരും പേരില്ല. പിന്നാരാ? ഈ മുടിയനായ പുത്രനും എൻ്റെ പിന്നിലുള്ള 10,000-കണക്കിന് വരുന്ന യുവാക്കളും ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്തേക്കാമെന്ന് പറഞ്ഞ് മാപ്പെഴുതി കൊടുത്തവനൊക്കെ ഫ്രണ്ടിൽ മാറി തൊപ്പിയിട്ടുകൊണ്ട് ഇങ്ങനെ എളിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇവരുടെയൊക്കെ സ്നേഹം, രാജ്യസ്നേഹം. അന്നും ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഇന്നും ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്ത മനുഷ്യർക്കാണ് പുതിയ ചരിത്രം എഴുതേണ്ടത്, അഭിനവ രാജ്യസ്നേഹം കാണിക്കേണ്ടി വരുന്നത്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട ഇന്ത്യക്കാരെ, ജനാധിപത്യ മതേതരത്വ മൂല്യം ഉൾക്കൊള്ളുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഒരടിപൊളി സ്വാതന്ത്ര്യദിനാശംസകൾ. അമ്മയെ അറിയുന്നവർ വന്ദേ മാതരം പാടും, എതിർക്കുന്നവർ അമ്മയെ ആരെന്നറിയാത്തവരാണ്. കേരളക്കാരൻ നൈസായിട്ട് തള്ളക്കുളിച്ചാണ്, വേറെ ആരുമല്ല, കേരള VC. എന്തോ ആയിക്കോട്ടെ സാറേ, ഈ വർഷം മുതലല്ലേ സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേ മാതരം പാടാനുള്ള നിർദ്ദേശം വന്നത്? അപ്പം കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ ആരും അത് പാടിയിട്ടില്ലോ സ്വാതന്ത്ര്യദിനത്തിൽ. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം ഇല്ലേ? എന്ത് കളിയാണ്? സ്വന്തം മൂട്ടിൽ വന്ന് പടക്കം പൊട്ടുന്ന ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ കഴിഞ്ഞ വർഷം വരെ ഇത് പാടാതിരുന്നത് നിങ്ങൾക്കും ഇതില്ലെന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ. പിന്നെ സാറേ, ഒരു കാര്യം വെട്ടി തുറന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അമ്മമാരുണ്ട്. അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ ഭാര്യ, ഞങ്ങളെ പ്രസവിച്ച, ഞങ്ങൾക്ക് അമ്മിഞ്ഞ പാല് തന്ന, ഞങ്ങളെ പോറ്റി വളർത്തിയ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിഖിലാങ്കില മേഖലകളിലെല്ലാം ഞങ്ങൾക്ക് തുണയായിരുന്ന ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ പറമ്പിൽ കിടക്കുന്ന പുല്ലും തൊഴുത്തിൽ കിടക്കുന്ന പശുവും ഈ മണ്ണും വിണ്ണും അതിനെയൊക്കെ അങ്ങനെ കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യം. സ്വന്തമായിട്ട് അമ്മയില്ലാത്ത, അമ്മയെ ആരെന്നറിയാത്തവർക്കാണ് ലോകത്ത് കാണുന്നതൊക്കെ അമ്മയാണെന്നുള്ള തോന്നൽ വരിക. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരു അമ്മയുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായി അമ്മ ആരെന്നറിയാത്തവർ തെരഞ്ഞു നടന്നോളി. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് അമ്മയുണ്ട്. പാടിക്കോ. അമ്മ മനസ്സ് തങ്ക മനസ്സ്, മുറ്റത്തെ പശുവിൻ അല്ലല്ല മുറ്റത്തെ തുളസി പോലെ. കമോൺ എവരിവൺ. എന്റെ ദൈവമേ, ഇപ്പൊ ആഗ്രഹിക്കുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരു ഗതികെട്ട അവസ്ഥ ഏതെങ്കിലും രാജ്യക്കാർക്കുണ്ടാ? കണ്ടു നോക്ക്. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. തുടങ്ങട്ടെ. കാണാതെ അറിയത്തില്ല. വന്ദേ മാ ആരടാ ഈ സമയത്ത് വാട്സപ്പിൽ കോൾ ചെയ്യുന്നു? പോയി അത് പോയി. വന്ദേ മാതരം സുജലാം സുഫലാം മലയജ സസ്യശ്യാമള മാതരം. ഇതിൻ്റെ ബാക്കി എന്താടാ സുമേഷേ? എടാ ഇത് പകുതിയേ ഉള്ളു, ബാക്കി ഇട്. വന്ദേ മാ. അപ്പോഴേക്കും എല്ലാവരും പോയാ? എടാ മോനെ കഴിഞ്ഞടാ, പോയിക്കോ. എല്ലാവരും പോയി എല്ലാവരും പോയി. വിട് വണ്ടി വിട്.
പോയി കുളിച്ച് പല്ലി വെച്ച് പോയി കിടന്നുറങ്ങില്ലേ? എല്ലാവരും ഇവിടെ നിന്ന് പോയി പോയി വെറുതെ അവിടെ കിടന്ന് അളിയുണ്ടോ? പോയിക്കോ. ആ